ഹലോ ഡിയർ ഫ്രണ്ട്സ്, മേന്മയേറിയ നർമ്മത്തിന്റെ പുതുലോകം പ്രേക്ഷകന് മുൻപിൽ തുറന്നിടുന്ന സൺലൈറ്റ് രസികരാജ ന്യൂ എഡിഷന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ എമിനന്റ് ജഡ്ജിംഗ് പാനലിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ ആലപ്പി അഷ്റഫ്, ലക്ഷ്മി ചേച്ചി സ്വാഗതം, ബാബു ചേട്ടാ സ്വാഗതം. മെട്രോ റെയിലും പാലങ്ങളും നാട്ടിൽ പെരുകുന്നു. പക്ഷേ നാം ജലഗതാഗതങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നില്ല. നാം മറന്നുപോയ വഞ്ചി യാത്ര. നമുക്കൊരു വഞ്ചിയിൽ ഇപ്പോൾ യാത്ര ചെയ്യാം. ഈ സ്കിറ്റിൽ അണിനിരക്കുന്നവർ ഷിനിൽ ചിറ്റൂർ, ദീപു ഏലൂർ, രാജേഷ് കടവന്ത്ര, എൽദോസ് കോതമംഗലം, അമൽ പുതുവൈപ്പിൽ ആൻഡ് മഞ്ജു വിജീഷ്. നമ്മുടെ നാടിന്റെ ഗതാഗത സൗകര്യങ്ങൾ ഇന്നത്തെ അത്ര വികസിക്കും മുമ്പ് കടത്തുവഞ്ചിയെ മാത്രം ആശ്രയിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ കാക്കാത്തിക്കടവിൽ പാലം പണി പൂർത്തിയാകാത്തതുകൊണ്ട് അവിടുത്തുകാർ ഇന്നും കടത്തുവഞ്ചിയിലാണ് യാത്ര. പുഴയോരഴകുള്ള പെണ്ണ് കല്ലും മാലയും മാറിൽ ചാത്തിയ ചെല്ലക്കൊലുസിട്ട പെണ്ണ്. പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്. എന്തായി കാണിക്കുന്നത്? അയ്യോ, നോവലിസ്റ്റാ, ഞാൻ കണ്ടില്ല. അല്ലെങ്കിൽ വെള്ളം എനിക്ക് അലർജി ആണെന്നുള്ള കാര്യം അറിയില്ലേ? അതുകൊണ്ട് തന്നെയാണ് നിന്റെ മേത്തിത്തിരി വെള്ളം കോരി ഒഴിച്ചത്. അങ്ങനെയെങ്കിലും നീ ഒന്നും നനയേട്ട. എടാ, തൊണ്ട കീറി പൊട്ടിക്കണ്ട. ഇവിടെ നാളെ വള്ളത്തിൽ നിറച്ചിട്ട് അങ്ങാട് വരുള്ളു. 50 പൈസ എന്തിനായിട്ട് അവിടെ കിടന്ന് ഏത് കുറുക്കനാണ് ഇവനൊക്കെ. അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഭീകര നോവലിസ്റ്റുകൾ അങ്ങനെയാ. ഭീകര നോവലിസ്റ്റാ? നീ ഇപ്പൊ ഏത് നോവൽ എഴുതണത്? ഇപ്പൊ ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന നോവൽ എന്ന് പറയുന്നത് ചൗരച്ചേട്ടനെ കുറിച്ചാ. എന്നെ കുറിച്ച് ഭീകര നോവലാ? അതെ. എന്താ പേര്? വഞ്ചി തുഴയുന്ന ഡ്രാക്കുള. മതി 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 മതി. നീ കേരങ്ങരുന്നേ, മുളുകൂരുന്നേ. ഈ വഞ്ചിയിൽ ഒരു ഭീകരതയും ഇല്ലല്ലോ. നടുക്കായലോട്ട് ചെല്ലട്ടെ, നിനക്കാൻ ഭീകരത കാണിച്ചു തരാ. പ്രസിഡന്റ്, നിങ്ങൾ വേഗം വാ, ഇവിടെ ആൾക്കാർ ബഹളം ഉണ്ടാക്കാൻ നടക്കുന്നത്. അതെ, പതുക്കെ കയറി കയറി സൂക്ഷിച്ചേറ് സൂക്ഷിച്ചേറ്. തോരപ്പഴങ്ങാടി പോണത്. തോരപ്പഴ കേറ്റിക്കളിഞ്ഞ കുഴപ്പമില്ല, കേറി കേട്ടാ. വേഗം പാമ്പ്. ഞാനേ കീരിനെ കണ്ടപ്പോ ആലോചിച്ചാണ്, പാമ്പ് വന്നില്ല എന്ന്. നല്ല വിശേഷം. ആൾക്കാർ ബഹളം ഉണ്ടാക്കണം. വലത് കാലം വെച്ച് കയറിക്കേ. വലത് കാലം വെച്ച് കയറില്ല, ഇടത് കാലം വെച്ചേ കയറും. ബഹളം വെക്കണ്ടത് തല്ലൂന്ന് ഇറക്കട്ടത് വെറുതെ വിടാൻ പറ്റും. ഒരാളുണ്ട്. വഞ്ചി നിരത്ത് ഒരാളുണ്ട്. അയാളെ കേട്ടിട്ട് പോയാ മതി. അയാളെ കേട്ടിട്ട് പോയാൽ കേട്ടോ. എന്റെ സഖാവ് നിങ്ങൾ തന്നെ വഞ്ചി തള്ളാൻ പറഞ്ഞത്. എന്റെ പൊന്ന് സഖാവ്, ഇയാളെ കേട്ടാ പോകാൻ പറ്റില്ല. ഇയാളെ കേട്ടിട്ട് പോയാൽ മതി. അയാളെ കേട്ടുന്നേ ഇവറ്റൊക്കെ ഇളകി പോകുന്ന അവൻ എന്തെങ്കിലും ഇളകട്ടെ. ഇയാളെ കേട്ടിട്ടുള്ള ഒരു പരിപാടി ഇവിടെ ഇല്ല. ഇയാളെ ആരാണ് ഇത്ര വലുത്? ഇയാളെ ആരാന്നാ?
എന്നെ കേറ്റാണ്ട് പോയാലേ നിങ്ങൾ വ്യാപാരം അറിയും. നീ കേറ് കേറ് കേറ്. എടാ എടാ വഞ്ചി കേറും. നീ എന്തിനാ തളപ്പിടുന്നത്? ആ കേറ് കേറെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ തെങ്ങാണെന്ന് ഓർത്ത്. ഇത് വഞ്ചി കടവിൽ ചെത്തിക്കളയുന്ന മതിയായിരുന്നു. എടാ നോവലിസ്റ്റേ സൂക്ഷിക്കണേ. ആ കന്നാസ് വേണമെങ്കിൽ ഞാൻ പിടിച്ച് സഹായിക്കാട്ടോ സഖാവേ. വേണ്ട സഖാവേ. പ്രസിഡന്റ് വല്ലതും നടക്കൂ? ഈ പാലം പണി ഒരു ദിവാസ്വപ്നമായി മാറോ? വഞ്ചിക്കാത്ത വയറ്റത്തിരിക്കുന്ന വർത്താനം പറയുന്നുണ്ടോ? എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട്. ആ സമയത്ത് അതൊക്കെ അങ്ങ് നടന്നോളൂ. നടക്കും നടക്കും. എല്ലാരും കിഴക്കോട്ട് നോക്കിയിരുന്നോ? ആ കിഴക്കോട്ട് പടിഞ്ഞാട്ടൊക്കെ നോക്കി ആരെങ്കിലും ഒക്കെ ഇരുന്നോ? തൽക്കാലം ഇത് പിടിച്ചേ. പ്രസിഡന്റ് പിടിച്ചത് സഖാവും പിടിച്ചേ. പിടിക്കല് നോവലിസ്റ്റേ ഇത് പിടിച്ചോ മോനെ. നീയും പിടിച്ചോ. കൊള്ളാം. ട്രെയിനിലെ പോലെ വഞ്ചിയിലും ലഘുഭക്ഷണം അതെനിക്കിഷ്ടമായി. അത് തിന്നാനുള്ളതല്ല. പിന്നെ എടോ ലൈഫ് ബോയാണ്. വഞ്ചി അങ്ങനെ മുങ്ങി രക്ഷപ്പെടാനുള്ളതാണ്. അത് ശരി. എടോ ചകിരി അല്ല എടോ ചൗരി, അങ്ങോട്ട് നോക്കിയാ ഭീകര ദൃശ്യം കണ്ടോ? വഞ്ചിയിൽ ഒരു വീടും മണം കൊണ്ട് പോകുന്നു. ശാസ്ത്രത്തിന്റെ ഓരോരോ വളർച്ചയെ. എടോ നോവലിസ്റ്റേ അത് ശാസ്ത്രത്തിന്റെ വളർച്ചയൊന്നും അല്ല. പിന്നെ ഇന്നലെ രാത്രിയിലേ ചരല് വാരാൻ വന്നവര് അറിയാണ്ട് വാരിക്കൊണ്ടുപോയ സുഖുവിന്റെ വീടാണത്. എന്തായാലും സ്നേഹമുള്ളത്. പാവം സുഖു. ഈ കുട്ടി ഏതാ ചേട്ടാ? നമ്മുടെ പഞ്ചായത്ത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പ്രസിഡന്റിന് അവനെ മനസ്സിലായില്ലേ? ഇല്ല. സഖാവിന് മനസ്സിലായ? ഇതേതാ ഈ കൊച്ചു സഖാവ്? തനിക്ക് മനസ്സിലായ? ഞാൻ ചെത്താമ്മയുടെ വീട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ. എന്റെ നോവലിസ്റ്റേ അവന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് നോവലിസ്റ്റ് മനസ്സിലായ? കണ്ടിട്ടൊരു ഭീകരത തോന്നുന്നില്ല. ഇവൻ ഏതാ? എടാ മോനെ നിന്നെ കണ്ടിട്ട് ഇവർക്കാർക്കും മനസ്സിലായിരുന്നു. എനിക്ക് നിന്നെ കണ്ടപ്പോഴേ മനസ്സിലായി. എനിക്ക് നിന്നെ മനസ്സിലായില്ലെന്ന്. നീ ഏതാടാ? എടാ മുഴുവൻ പറയേ. ഉൽപ്ലാശം പിള്ള. അതിപ്പോ കറക്റ്റ്. പുള്ള. ഉൽപ്ലാശം പിള്ളേ, ഞാനാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. പുള്ളേ ഞാനാണ് പ്രതിപക്ഷം. എല്ലാരെയും പരിചയപ്പെട്ട സ്ഥിതിക്ക് എന്റെ ഒരു സമ്മാനം. ചേടാ വെള്ളക്കേട അത്ര ഉള്ളെങ്കിലും നീ ഭയങ്കരനാട്ടാ. എന്റെ പൊന്ന് സഖാവെ, ഇയാൾ ഈ ഭീകരകഥയൊക്കെ പറഞ്ഞ് നീ നടുക്കായലിൽ വെച്ചിട്ട് നമ്മുടെ വഞ്ചി എങ്ങാനും മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇതിനകത്ത് മുങ്ങി ചത്താ നമ്മുടെ നാട് രക്ഷപ്പെടും. എന്റെ പൊന്ന് പ്രസിഡന്റ് എന്തൊക്കെ പറഞ്ഞാലും ഭരണം അങ്ങോട്ട് കത്തണില്ല. അവര് ഭരിച്ചപ്പോഴേ 2 രൂപക്കാണ് അരി കൊടുത്തത്. അതിനിപ്പോ എന്താ? അവര് 2 രൂപയ്ക്കെങ്കിൽ ഞങ്ങൾ 1 രൂപയ്ക്കല്ലേ അരി കൊടുക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് 1 രൂപ നിങ്ങൾ അടിച്ചു മാറ്റിയില്ലേ? Emmanuel Silks